ഹലോ ഡിയർ സ്റ്റുഡൻസ്, ആക്സോണസ് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് കഴിഞ്ഞു. എല്ലാവരും ടെൻഷനായിട്ടിരിക്കുവാണോ? ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മളിതാ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇനി ഇരിക്കാം അല്ലേ? നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതുക, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്, എവിടെ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, എത്ര മണിക്കൂറിനായിരിക്കും, എത്ര പാറ്റേൺസിലായിരിക്കും, എത്രയൊക്കെ മാർക്കിനായിരിക്കും, അങ്ങനെ പല 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 സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരും ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നിങ്ങളുടെ ഒട്ടുമിക്ക എല്ലാ സംശയങ്ങൾക്കും ഒരു പരിഹാരമാകുന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് അല്ലേ അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. വളരെ വളരെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഓരോ യൂണിറ്റിലുമായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ യൂണിറ്റും നമ്മളൊന്ന് കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം 2025 ഏപ്രിൽ ബാച്ചിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനും വേണ്ടി പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എക്സാം എത്ര മണിക്കൂറാണ് എക്സാം? അതെ, 3 മണിക്കൂറാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. എത്ര മാർക്കിനാണ്? അതെ, 100 മാർക്കിനാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ കുറച്ച് അധികം നമ്മൾ വൺ വേഡ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. 5-6 പാറ്റേൺസിൽ 6 സെക്ഷനിലായിട്ട് നമുക്ക് 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് 1 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും സെലക്ട് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ആർക്കും ടെൻഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. വളരെ ഫ്രീ ആയിട്ടിരിക്കുക. കൂടാതെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് അല്ലേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതണം. കൂടാതെ നമ്മുടെ ഒരു നോട്ട് ബുക്ക്, ഒരു പെന്നും നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിട്ടിരിക്കുക. എന്തിനാണ്? നമ്മളിവിടെ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് കൂടുതൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിന് മുന്നേ കടക്കാൻ വേണ്ടിയിട്ട്, എക്സാം ഹാളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് പഠിക്കാനിരിക്കുമ്പോഴേ നമുക്കിതൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയല്ലോ. കൂടാതെ നമ്മൾ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാം ഹാളിലേക്ക് കടക്കുന്നല്ലേ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചധികം പഠിത്തമാണല്ലോ അല്ലേ. അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. നമുക്ക് എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിരിക്കും ചിലർക്ക് ടെൻഷൻ കുറച്ച് കൂടുന്നത്. അതുവരെ ടെൻഷനൊന്നും ഉണ്ടായിരിക്കില്ല. നാളെ പഠിക്കാം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നാളേക്ക് വെക്കരുത്, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. കൂടാതെ എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് മുന്നേ വരെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ. അതെ, നമ്മൾ ഓരോ യൂണിറ്റിലും നമ്മൾ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വളരെ പെട്ടെന്ന് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ എന്ന് പറയുന്നത് ഇതാ നമ്മുടെ 69/SS/A/MM എന്നാണ്. അതിൻ്റെ സെറ്റ് A ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മലയാളം 343 എന്ന് പറയുന്നത് 143 നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ ഷീറ്റിൽ അതൊക്കെ എഴുതേണ്ട ഒരു ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇപ്പോഴേ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എവിടെ നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന 20 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക, 1 മാർക്ക് വീതം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ 20 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ആണല്ലോ, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം 20 ക്വസ്റ്റ്യൻസിന് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അറ്റൻഡ് ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 20 മാർക്കും നേടാം. ഓക്കെ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഉണ്ടോ? ഇല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നാലോ? ഒന്ന് നോക്കിയേ, എല്ലാവരും ഒന്ന് നോക്കിയേ. അതാ നമ്മുടെ പെന്നും പേപ്പറും ഒക്കെ ഉണ്ടല്ലോ അല്ലേ കയ്യിൽ. വളരെ വെറുതെ കൂളായിട്ട് ഇരിക്കുവാണോ? അല്ല,
എല്ലാവരും ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിട്ടയക്കുക എന്ന യൂണിറ്റിൽ നിന്നാണ്. ഏത് യൂണിറ്റിൽ നിന്നാടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? വിട്ടയക്കുക എന്ന കവിതയിൽ നിന്നാണ്. ഇതാരുടെ കവിതയാണെന്ന് പറഞ്ഞേ? ഇതാരുടെ കവിതയാണ് അല്ലെ? മാതൃത്വത്തിന്റെ കവി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബാലാമണി അമ്മയുടെ വളരെ മനോഹരമായ ഒരു കവിതയാണ് എന്താ വിട്ടയക്കുക എന്ന് പറയുന്ന ഈ ഒരു കവിത. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കിളി അല്ലെ, ഇവിടെ വിട്ടയക്കുക എന്ന് പറയുന്നത് ആരാണ്? തന്നെ വിട്ടയക്കുക, ഈ കൂട്ടിൽ നിന്ന് എന്നെ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കിളി അല്ലെ. നമുക്കറിയാം സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൊണ്ട് കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു കിളി. ആ കിളിയുടെ വേദനകളാണ് ബാലാമണി അമ്മ ഈ ഒരു കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കിളി പറയുന്നുണ്ട് തന്നെ വിട്ടയക്കൂ, തന്നെ വാനിൽ പാറി പറക്കട്ടെ, തൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഇവിടെ അടക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു കവിതയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗം, നമുക്ക് ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കിളിയെ പ്രലോഭിപ്പിക്കുന്നത് എന്താണ് അല്ലേ? അങ്ങനെ നമുക്ക് നോക്കാം. ഓപ്ഷൻസിലേക്കൊന്ന് കടന്നു. എന്താണ്? താമരക്കായ വീശുന്ന തടാകം. കിളിയെ പ്രലോഭിപ്പിക്കുന്നത് താമരക്കായ വീശുന്ന തടാകമാണോ? അല്ല, കിളിയെ മാടി വിളിക്കുന്നതാണ് താമരക്കായ വീശുന്ന തടാകം. അതെ. പിന്നെ എന്താണ്? പുതുവസ്ത്രമണിഞ്ഞ പുൽക്കൊടികൾ ആണോ? അതുമല്ല. അപ്പോൾ പുഞ്ചിരി തൂകുന്ന പൂക്കൾ. പുഞ്ചിരി തൂകുന്ന പൂക്കളാണോ? ആണോ? നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. നീലമേല പണിഞ്ഞ വാനിടം. എന്താണ്? നീലമേല പണിഞ്ഞ വാനിടമാണോ? ഓക്കെ. അപ്പോൾ സംശയമായി, ഇതിലേതാണ് എന്നുള്ള സംശയമായി. അപ്പോൾ സംശയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വിട്ടയക്കുക എന്ന് പറയുന്ന കവിതയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗം ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. നോക്കിയേ. ആ ലസധ്വനത്തിനു മീതെ ഒരു നീലമേലാപ്പു കെട്ടിയ വാനിടം കാത്തു നിൽക്കുന്നു സസ്നേഹമായ എന്നെ മൂർധനിൽ മുഖർന്നോമനിച്ചേടുക. എന്താ പറയുന്നത് അല്ലേ? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളൊരു ഭാഗമാണ്, അത് പ്രത്യേകം ഓർക്കുക. ആ ലസധ്വനത്തിനു മീതെ അല്ലേ? എന്താണ്? നീലമേലാപ്പു കെട്ടിയ വാനിടം കാത്തു നിൽക്കുന്നു സസ്നേഹമായ എന്നെ മൂർധനി മുഖർന്നോമനിച്ചിടുവാൻ അല്ലെ. ഇവിടെ ഒരു മാതൃത്വത്തിൻ്റെ ഊഷ്മളതയാണ് ആ കിളിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ കിളിയെ പ്രലോഭിപ്പിക്കുന്നത് ആരാണ്? നീലമേലാപ്പു കെട്ടിയ വാനിടമാണ് കിളിയെ പ്രലോഭിപ്പിക്കുന്നത് അല്ലെ. നമ്മുടെ ഓരോ യൂണിറ്റ് കഴിഞ്ഞിട്ടും നമുക്ക് അടുത്ത ഭാഗം എന്താണ്? നമ്മുടെ ടെക്സ്റ്റിൽ പാഠസംഗ്രഹമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പാഠസംഗ്രഹം നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും യൂണിറ്റ് വായിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വെച്ച് വായിക്കേണ്ട ഒന്നാണ്. കവിത വായിക്കുമ്പോഴും കഥ വായിക്കുമ്പോഴും വൈജ്ഞാനിക സാഹിത്യം വായിക്കുമ്പോഴൊക്കെ നമ്മൾ കൂടെ നിർത്തി വായിക്കേണ്ടതാണ് നമ്മുടെ പാഠസംഗ്രഹം എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനും പറ്റും. അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്ന് പഠിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ്? അതിൽ ഈ ഒരു വരി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നീലമേലാ പണിഞ്ഞ വാനിടം കിളിയെ പ്രലോഭിപ്പിക്കുന്നു. മാതൃസ്നേഹത്തിൻ്റെ ഊഷ്മളത ഇവിടെ അനുഭവിക്കാം അല്ലേ? ഇവിടെ കിളിക്ക് മാതൃസ്നേഹത്തിൻ്റെ ഊഷ്മളത അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ്? നീലമേലാപ്പ് കെട്ടിയ വാനിടം കിളിയെ പ്രലോഭിപ്പിക്കുന്നതിലൂടെ. മനസ്സിലായല്ലോ? ഇനി ഒന്ന് പറഞ്ഞേ. ഇനി പറഞ്ഞേ എല്ലാവരും. നമ്മുടെ ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? അതെ, നീലമേലാപ്പ് കെട്ടിയ വാനിടം, നീലമേലാപ്പണിഞ്ഞ വാനിടം ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കിളിയെ പ്രലോഭിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? വളരെ ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ. ഒന്ന് നോക്കിയേ. കാലനില്ലാത്ത കാലത്ത് എന്താണ്? കാലനില്ലാത്ത കാലത്ത് നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം എന്തായിരുന്നു? കാലമില്ലാത്ത കാലത്ത് നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം ഓർക്കുന്നുണ്ടോ? ഇത് ആരുടെ കവിതയാണ്? ഇതാണിത്. അതെ, നമ്മുടെ നമ്പ്യാരുടെ അല്ലേ? നമുക്കൊരു തുള്ളൽ കവിതയുടെ ഒരു ഭാഗം പഠിക്കാനുണ്ട്
അതെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാലമില്ലാത്ത കാലത്ത് നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം എന്തായിരുന്നു? നമുക്കറിയാം, നമ്മുടെ യമകിങ്കരന്മാരൊക്കെ ഒരു യാഗത്തിൽ മുഴുകിയിരിക്കുവാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ മരണമെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഭൂമിയിൽ ജനങ്ങൾ മരിക്കാതെ നിൽക്കുകയാണ് അല്ലേ? മരണം സംഭവിക്കുന്നില്ല ഭൂമിയിൽ. എന്തുകൊണ്ടാണെന്നാ പറഞ്ഞത്? യമകിങ്കരന്മാരെ അവരൊരു യാഗത്തിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ആ യാഗത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ബാക്കിയുള്ള അവരുടെ ജോലി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അല്ലേ? മരണം. അപ്പോൾ മനുഷ്യരുടെ എല്ലാ ജീവജാലങ്ങളുടെയും മരണക്കുറിപ്പ് തയ്യാറാക്കുന്നവരാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവർ യാഗത്തിലിരിക്കുന്ന സമയത്ത് ഈ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഭൂമിയിലെ ജനസംഖ്യകൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു ഭാഗം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ? എന്താണ് വയസ്സ് എത്രയോ വയസ്സായ 5ഉം 6ഉം തലമുറയിൽ എത്രയോ തലമുറയിൽപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ മരിക്കാതെ ഒരു കുട്ടിയെപ്പോലെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് അങ്ങനെ പറയുന്നത്? ഇത്ര വയസ്സായിട്ടും തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ് എല്ലും തോലുമായിട്ടും അവർ മരിക്കുന്നില്ല അല്ലേ? അപ്പം ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആ ഒരു അവസ്ഥ വളരെ സാങ്കല്പികമായിട്ട് വളരെ മനോഹരമായിട്ട് തൻ്റെ തുള്ളൽ കൃതിയിലൂടെ അവതരിപ്പിച്ച നമ്മുടെ ആരുടെ കവിതയാണത്? ഒരു നമ്പ്യാർ കൃതിയാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്കിതിൽ ഓപ്ഷൻസ് കിട്ടും അല്ലേ? നമ്മുടെ പാഠസംഗ്രഹം നമ്മൾ നേരത്തെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയാലും ചാകുന്നില്ല. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം എന്തായിരുന്നു എന്നാണ് അല്ലേ? വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയാലും ചാകുന്നില്ല. അതായിരിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അമ്പലങ്ങളിലെ പൂജ മടങ്ങി അല്ലേ? പ്രഭുക്കന്മാരുടെ സങ്കടം അതായിരിക്കുമോ? കാലമില്ലാത്ത കാലത്ത് ഓപ്ഷൻസ് വായിക്കുമ്പോഴേ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഭൂമിയിൽ ദുരാചാരം വർദ്ധിച്ചു ഇതാണോ? അതോ അമ്പലങ്ങളിലെ പൂജ മുടങ്ങി അതാണോ? വിശപ്പിന് മതിയായ ആഹാരം കിട്ടാതെയായി അല്ലേ? പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ അല്ലേ, കുറച്ച് നാട്ടുപ്രമാണിമാർ, അത്യാവശ്യം നല്ല ആ നാട്ടിലെ ഏറ്റവും പ്രഭുക്കന്മാരായിട്ടുള്ള നല്ല സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തികളാണ് നമ്മൾ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അവരുടെ സങ്കടം എന്തായിരിക്കും? നമ്മൾ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ മരണമില്ലാതായപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലേ, അവരുടെ ഒരു ജീവിത രീതികളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ? കള്ളവും കൊലയും ഒക്കെ വർദ്ധിച്ചു, പീഡനങ്ങൾ വർദ്ധിച്ചു, സത്യവും ദുരാചാരങ്ങളും ഒക്കെ അല്ലേ? സത്യം വെടിഞ്ഞ് ദുരാചാരങ്ങളായി അവിടെ ജനങ്ങൾ ഒരു ദുഷ്ടനീതിയിലേക്ക് അല്ലേ, കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോയ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാരുടെ വീട്ടിലായാലും അമ്പലങ്ങളും ഒക്കെ കൊള്ളയടിക്കാനായാലും പൂജ മുടങ്ങിയ കാര്യങ്ങളായാലും ഒക്കെ ആയാലും ആർക്കും ഒരു പേടിയില്ല. കാരണം എന്താണ്? ആരെ വെട്ടിയാലും എന്ത് ചെയ്താലും അവർക്ക് മരണം സംഭവിക്കുന്നില്ല അല്ലേ? മരണമാണല്ലോ നമ്മുടെ ഏറ്റവും ഒരു വലിയ ഭയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടുപ്രമാണിമാരുടെ നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആ ഒരു ഭാഗം നമ്മുടെ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കാലമില്ലാത്ത കാലം എന്ന് പറയുന്ന ഭാഗം എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് നോക്കിയിട്ട് പേജ് നമ്പർ നോക്കിയിട്ട് അത് എടുക്കുക. എന്നിട്ട് എന്താണ് ഈ ഒരു ഭാഗം? ഉള്ളതിൽ സങ്കടമോർത്താൽ നാടുവാഴി പ്രഭുക്കർക്കും കള്ളനെ കൊല്ലുവാൻ മേല, വെട്ടിയാൽ ചാകയില്ലേതും അല്ലേ? ഈ ഒരു ഭാഗം കിട്ടിയോ? ക്ലിയർ ആയോ? ഉള്ളതിൽ സങ്കടമോർത്താൽ നാടുവാഴി പ്രഭുക്കൾക്കും കള്ളനെ കൊല്ലുവാൻ മേല, വെട്ടിയാൽ ചാകയില്ലേതും. ഇങ്ങനെയാണ് നമ്മുടെ യൂണിറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ഇതും വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലായോ? കാര്യം ക്ലിയറായി അല്ലേ? എന്താണ്? പ്രഭുക്കൾക്കും കള്ളനെ കൊല്ലുവാൻ മേല. എന്തുകൊണ്ടാണ്? വെട്ടിയാൽ ചാകയില്ലേതും. അപ്പോൾ എന്താണ് നമ്മുടെ നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം എന്ന് പറഞ്ഞേ? എന്താണ്? അതെ, വെട്ടിയാൽ ചാകുന്നില്ല. ആര് ചാകുന്നില്ല എന്നാണ് പറയുന്നത്? ആരാണ് ഇവിടെ അല്ലേ? നമ്മുടെ വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയാലും ചാകുന്നില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ എല്ലാവരും, ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചേ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നീലമല പോലെ മരിച്ചു കിടന്നതാര്? ആരാണ് അല്ലെ? ഇത് ഏത് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി കാണും അല്ലെ. ഗാന്ധാരി വിലാപം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വരികളാണ്. യുദ്ധഭൂമിയിൽ നീലമല പോലെ മരിച്ചു കിടക്കുന്നതാര് അല്ലെ. ഗാന്ധാരി വിലാപത്തിൽ നമുക്ക് അത്യാവശ്യം ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം, നിങ്ങളൊന്ന് ഓരോ വരികളും എടുത്തൊന്ന് വായിക്കണം. അതായത് നമ്മുടെ ഓരോ പടയാളികളും അല്ലേ, നമുക്കറിയാം അവർ എന്താണ് ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ അല്ലേ. രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞ് പാണ്ഡവരും കൗരവരും രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞുകൊണ്ട് നടന്ന ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു കരുണരസം നിറഞ്ഞ ഒരു ഭാഗമാണ് ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഒരുപാട് പേരുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഗാന്ധാരി വിലപിക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും മരിച്ചു കിടക്കുന്ന സമയത്ത് അല്ലെ, കൊല്ലിക്കല്ലോ നിനക്ക് രസമിടോ എന്ന് കൃഷ്ണനോട് വളരെ നിരസം നിറഞ്ഞ് ചോദിക്കുന്ന ഗാന്ധാരി അങ്ങനെ തൻ്റെ മക്കൾ ഓരോരുത്തരും മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അത് എത്രത്തോളം ഭീകരത നിറഞ്ഞതാണ്, അതിൻ്റെ ഓരോ വശങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കവിതയാണിത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നീലമല പോലെ മരിച്ചു കിടക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് ആ വരികളൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് നോക്കിയേ. അല്ലേ ഗഡോൽക്കജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതങ്ങിൽ, അതിനപ്പുറം നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലമുരിമുക്കാൻ. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അല്ലേ ഗഡോൽക്കജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതിനപ്പുറം നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരിമുക്കാൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ആരാണ് നീലമല പോലെ കിടക്കുന്നത് എന്ന് പറയുന്നത്? അതെ, ഗഡോൽക്കജൻ അല്ലേ. ഗഡോൽക്കജനാണ് ഇവിടെ നീലമല പോലെ മരിച്ചു കിടക്കുന്നത്. ആര് പ്രയോഗിച്ച അമ്പിനാലാണ് അങ്ങനെ നീലമല പോലെ മരിച്ചു കിടക്കുന്നത്, മരിച്ചു കിടക്കേണ്ടി വന്നത്? ആര് നിറച്ച അമ്പിനാലാണ് അല്ലേ. ഇവിടെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരിമുക്കാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർണൻ പ്രയോഗിച്ച ആ ഒരു വേല് തറച്ചിട്ട് മരണം സംഭവിച്ചിരിക്കുകയാണ് ആർക്ക്? ഗഡോൽക്കജന്. അപ്പോൾ ഗഡോൽക്കജൻ അവിടെ മരണമറ്റ് കിടക്കുന്നത്, ചേതനയറ്റു ശരീരമായി കിടക്കുന്നത് എപ്രകാരമാണെന്നാണ് പറയുന്നത്? നീലമല പോലെ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നോക്കാം. ഭീമസേനന്റെ പുത്രനായ ഗഡോൽക്കജൻ അഭിമന്യുവിന്റെ മൃതദേഹത്തിനപ്പുറത്ത് വീണ് കിടക്കുന്നു. കാഴ്ചയിൽ നീലമല പോലെയുണ്ട്. ഭീമരൂപിയായ ഗഡോൽക്കജന്റെ ശരീരം കർണൻ പ്രയോഗിച്ച വേൽ ശരീരത്തിൽ കൊണ്ടാണ് അവൻ മൃതനായത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഗഡോൽക്കജൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭീമസേനന്റെ പുത്രനായ ഗഡോൽക്കജൻ. അപ്പോൾ ഭീമന്റെ പുത്രനാണ് ആര്? ഗഡോൽക്കജൻ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ അഭിമന്യുവിന്റെ മൃതദേഹത്തിന് അപ്പുറത്താണ് ആര് വീണ് കിടക്കുന്നത്? ഗഡോൽക്കജൻ വീണ് കിടക്കുന്നത്. കാഴ്ചയിൽ എന്തുപോലെ ഉണ്ട് എന്നാണ് പറയുന്നത്? നീലമല പോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ദുശാസനൻ, അഭിമന്യു, ഗഡോൽക്കജൻ, ദുര്യോധനൻ. ആരാണ് ഇവിടെ നീലമല പോലെ വീണ് കിടക്കുന്നത്? ഗഡോൽക്കജൻ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വെള്ളമേഘങ്ങളെ എന്തായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്? വെള്ളമേഘങ്ങളെ എന്തായിട്ടാണ് കവി സങ്കല്പിക്കുന്നത്? ഓപ്ഷൻസ് ഒന്ന് പറഞ്ഞേ. ത്യാഗത്തിന്റെ അടയാളം, മാലാഖമാർ, കുരിശ്, ശാന്തിയുടെ ചിഹ്നം എന്നാണ്.
നമുക്കറിയാം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണിത്. ഏതാണ്, ഏത് യൂണിറ്റാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ജിയെ ഓർക്കുക. യൂണിറ്റ് ഏതാണ്? ഇന്നു ഞാൻ നാളെ നീ. നമുക്കറിയാം ഈ ഒരു യൂണിറ്റിൽ എന്താണ് പറയുന്നത്? ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയാണ് എന്ന് ഓർക്കുക. നമുക്ക് എല്ലാവർക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഏറ്റവും നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, മരണത്തിൻ്റെ തീവ്രത അല്ലേ എത്രത്തോളം ഭയാനകമാണ്. അല്ലെങ്കിൽ ഓരോ അണുവിലും മരണത്തെ സങ്കല്പിച്ചുകൊണ്ട് കവി രചിക്കപ്പെട്ടിട്ടുള്ള കവിതയാണ്, ജി ശങ്കരക്കുറുപ്പ് രചിക്കപ്പെട്ട കവിതയാണ് എന്ത്, നമ്മുടെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത്. ഈ ഒരു വാക്കിൽ തന്നെ ഞാനിവിടെ എഴുതാനുള്ള കാരണം തന്നെ നമുക്കറിയാം അല്ലേ, ഇന്ന് ഞാൻ നാളെ നീ. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ സ്ഥിരതാമസത്തിന് വന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും അല്ല, ജനിച്ച ഒരു വസ്തുവിന് ജനനം സംഭവിച്ചാൽ മരണവും ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഓരോ ദിവസവും കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അല്ലേ. ഒരു ഒരു വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ നമ്മൾ പറയാറുണ്ട് എന്താണ്, അതെ, പഴുത്ത പ്ലാവില വീഴുന്നത് കണ്ടിട്ട് ചുവന്ന പ്ലാവില പഴുത്ത പ്ലാവില ഇരുന്ന് ചിരിക്കണ്ട എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാ അല്ലേ? ഇന്ന് ഞാൻ നാളെ നീ. ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ. നിനക്കും ഇതേ അവസ്ഥ തന്നെ, നീയും ഇതുപോലെ നിനക്കും ഇതുപോലെ സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് അല്ലേ. ഇത് ഞാനിവിടെ ഒരു സ്ഥിരതാമസത്തിന് വന്നതാണ്, എനിക്കൊരിക്കലും പതനം സംഭവിക്കില്ല, മരണം സംഭവിക്കില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ കാവ്യഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ, ആ പള്ളിയിൽ നിന്നും ഒരു മണിമുഴക്കം കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മണിമുഴക്കം എന്ന് പറയുന്നത് നമ്മുടെ കവിക്ക് ഏറ്റവും തീവ്രമായ ഒരു ഭയങ്കര ഒരു സങ്കടം ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ വിഷാദ അവസ്ഥയിലേക്ക് നമ്മളെ കടത്തുന്ന ഒരു ശബ്ദമാണ് നമ്മുടെ പള്ളികളിൽ കേൾക്കുന്ന ആ ഒരു ഉണ്ണി പണി ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ വാചാതനായിട്ട് നമ്മുടെ കവി വളരെ വിഷണ്ണനായിട്ട് പറയുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ കുരിശ് കാണുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ ഓർമ്മ വരുന്നു. ആ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൊരു വരിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. വെള്ളമേഘങ്ങളെ എന്തായിട്ടാണ് ആ ഭാഗം ഒന്ന് നോക്കി എല്ലാവരും. അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാം നാം എന്നോ ദീനമണിസ്വനം. 2000ഓളം ആണ്ടുകൾക്കപ്പുറം ഉണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും മേഘമുഖമാം പുരുഷനെ മുത്തുവാൻ ആരായി ഇറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട വെൺമുകിൽ തുണ്ടുകൾ അല്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്താണ്, നമ്മുടെ മാലാഖമാരായിട്ട് ആ കുരിശിനെ മുത്തുവാനായിട്ട് ഇറങ്ങി വരുന്നത് ആരാണ്? അതെ, വെള്ളമേഘങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ. വെള്ളമേഘങ്ങളെ എന്തായിട്ടാണ് ഇവിടെ കവി പറയുന്നത്? എന്തായിട്ടാണ്? ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമേഘങ്ങൾ അല്ലെ, ചിറക് വിരിച്ച മാലാഖമാരായിട്ട് നമ്മുടെ കുരിശിനെ മുത്തുവാനാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മുടെ ത്യാഗത്തിൻ്റെ അടയാളം? ഈ ഓപ്ഷനാണോ? ഇതല്ല. മാലാഖമാരാണോ? അതെ. അപ്പോൾ ഇത് വായിച്ചപ്പോഴേ നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ഭാഗം ഒന്ന് ഓർത്ത് വെക്കുകയും ചെയ്യുക. ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തണം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഇത്തിരി ചുവന്ന മുഖം കുറിച്ച് ചിത്രകവാടം കടന്നതാരും? ആരായിരിക്കും? ഇത് ഏത് യൂണിറ്റിൽ നിന്നാണ് മനസ്സിലായോ? ഏത് യൂണിറ്റിൽ നിന്നാണ്? നമ്മുടെ അന്തിത്തിരി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഭാഗമാണിത് അല്ലേ. നമ്മുടെ അന്തി സമയം എന്തായി? ഇരുട്ടായ സമയത്ത് നമ്മുടെ സൂര്യൻ അതിൻ്റെ കുതിരകളെയൊക്കെ വളരെ ക്ഷീണിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണം അല്ലേ. പകൽ മുഴുവൻ കറങ്ങി എന്ത് ചെയ്തു? ക്ഷീണിച്ചു. ഇനി എവിടെയെങ്കിലും ഒന്ന് അന്തി മയങ്ങണം. അപ്പോൾ പല സ്ഥലങ്ങളിലും ചെന്നിട്ട് തനിക്ക് ഇവിടെ അന്തി മയങ്ങാൻ ഒരിടം തരൂ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ആദ്യം നമ്മൾ കണ്ടു, ആദ്യം ആരടുത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? അതെ, മുത്തശ്ശിയുടെ അടുത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി അന്തി മയങ്ങാൻ സൂര്യനിടം
കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ആ ഒരു ഭാഗം കഴിഞ്ഞ് മുത്തശ്ശി ഇവിടെ ഇടം തരില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കര സങ്കടമായിട്ട് നമ്മുടെ സൂര്യൻ പടിവാതിൽ കടന്നു പോകുന്നുണ്ട് അല്ലേ? മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ഭാഗം നോക്കി നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു ഭാഗം നോക്കാം. അന്തിക്ക് വന്നു വശായി കുറച്ചിടമിൽ തല ചായ്ക്കാൻ തരുമോ, പാടില്ല പാടില്ല നീങ്ങു നിൽക്കുകിൽ പാഴിരുളെങ്ങു ചേക്കേറും, പാടില്ല തൂവെളിച്ചത്തിനു വേണ്ടിയൻ പാരമ്പര്യങ്ങളെ തള്ളാൻ. ഇത്തിരിച്ചോന്ന മുഖം കുനിച്ച അദ്ദേഹം ചിത്രകവാടം കടന്നു. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ്? ഇത്തിരിച്ചോന്ന മുഖം കുനിച്ച അദ്ദേഹം ചിത്രകവാടം കടന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ആരായിരുന്നു അത്? നമ്മുടെ സൂര്യനാണ് ഇവിടെ ഇത്തിരിച്ചോന്ന മുഖം കുനിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, സന്ധ്യ ആവുന്ന സമയത്ത് ആകാശമൊക്കെ ആകെ ഒരു ചുവന്ന തരത്തിലേക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതിനെ കൂടി ഇവിടെ എടുത്തുകൊണ്ട് കവി എടുത്തുകൊണ്ടാണ് ഇവിടെ സൂര്യൻ അത്രയ്ക്ക് സങ്കടമായിട്ട് ആ മുഖം ചുവന്നതാണ് എന്ന് പറയാൻ കൂടിയാണ് ഇവിടെ തിരിച്ചുവന്ന മുഖം കുനിച്ച അദ്ദേഹം ചിത്രകവാടം കടന്നു തെക്കിനി തിണ്ണയിൽ ഈറൻ പകരുന്ന മുഗ്ധാംഗിയോട് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണൻ എങ്ങോട്ട് ചെല്ലുന്നുണ്ട് അല്ലെ? മുഗ്ധാംഗിയോട് ചോദിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? സൂര്യനാണ്. നമ്മുടെ ഓപ്ഷനിൽ സൂര്യൻ എന്നുണ്ടോ? ഓപ്ഷൻ എ മുത്തശ്ശി, ഓപ്ഷൻ ബി പച്ചക്കുതിരകൾ, ഓപ്ഷൻ സി സൂര്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. ആൻസർ സൂര്യനാണ്. സൂര്യനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 5 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസ്, അടുത്ത 6 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.